എത്രത്തോളം എക്സൈറ്റഡ് ആണ്? കാരണം പണി എന്ന് പറഞ്ഞ മൂവി മലയാള സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് ആണ് കഴിഞ്ഞ ഇയറിൽ. അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് നിങ്ങൾ ഇങ്ങനെ അവാർഡ് കിട്ടുമ്പോഴും ഇവിടെ വരുമ്പോഴും ഒക്കെ? ഭയങ്കര സന്തോഷമുണ്ട്. പണി എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ രാമുക്കാരായിട്ട് അവാർഡ് ആദ്യത്തെ അവാർഡാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പണി കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് പണി കിട്ടിയോ പിന്നെ മലയാള സിനിമയിൽ? പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഹാപ്പി അല്ലേ ഈ പണി എന്നുള്ള മൂവിയിൽ ജോജി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിലും മലയാള സിനിമയിൽ ഇങ്ങനെ എൻട്രി കിട്ടുന്നതിലും ഒരുപാട് ഹാപ്പിയാണ്? വളരെ സന്തോഷമാണ്, വളരെ ബ്ലെസ്ഡ് ആണ്. കാരണം ഇൻഡസ്ട്രിയിൽ ഇതിൽ വരിക എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത് അത് എല്ലാവരും യൂണിവേഴ്സ് തന്നെ വിചാരിക്കണം. അപ്പം എന്നിലെ ചെറിയൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് പണിയുന്ന മൂവിയിലൂടെയാണ്. അപ്പം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതെ, ഓഫ് കോഴ്സ്. ആൻഡ് ജോജി ചേട്ടനോടാണ് എല്ലാ ക്രെഡിറ്റും എല്ലാ നന്ദിയും. ഓക്കെ, പണി മൂവിയിൽ ഒരു വില്ലൻ ഗ്യാങ്ങിലാണ് വരുന്നത്. ഒരു നായകനായിട്ട് ആവാനാണോ ഇഷ്ടം അതോ വില്ലൻ ഗ്യാങ്ങിൽ തന്നെ തുടരാനാണോ? സത്യം പറഞ്ഞാൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ബിഗ് ബോസ് ആണോ ഒരു വഴിത്തിരിവായത്? അല്ല, ഞാൻ വീഡിയോസ് ചെയ്യായിരുന്നു. അപ്പോൾ പണിയിലോട്ട് ഓഫ് കോഴ്സ് ആ പ്രോഗ്രാമിലൂടെയാണ് എന്നെ സാഗരനും ജോജി ചേട്ടൻ. ഇനി ജോജി ചേട്ടനോട് എന്താ പറയാനുള്ളത്? ഇതുവരെയുള്ള ലൈഫിൽ ജോജി ചേട്ടൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ജോജി ചേട്ടനാണ് ഞങ്ങളെ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നല്ലോ സിനിമയിലോട്ട്. അപ്പോൾ വീണ്ടും നല്ല സിനിമകൾ നമുക്ക് ജോജി ചേട്ടനോട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയാം. അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ നല്ല നല്ല സിനിമകളോട് ഇനിയും കാണാൻ പറ്റട്ടെ. ഒരുപാട് അവാർഡുകൾ ഇനിയും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.